ജ്ഞാനമുള്ള സ്ത്രീ തന്റെ വീട് പണിയും. സദൃശവാക്യം 14-1 ഒരു വീട്ടിൽ പ്രാർത്ഥനയും വചനവും ശുശ്രൂഷയും ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ ഭിന്നതകൾ ഹൃദയങ്ങളെ തമ്മിൽ അകറ്റി തുടങ്ങി. വയസ്സായ മാതാപിതാക്കൾ സ്നേഹത്തിനായി കാത്തിരുന്നു. പക്ഷേ തിരക്കുകളും സ്വാർത്ഥ താല്പര്യങ്ങളും വീട്ടിലെ സമാധാനം മോഷ്ടിച്ചു. ഒരു ദൈവഭക്തിയുള്ള സ്ത്രീ ഭിന്നത ഉണ്ടാക്കുന്നവളല്ല, സ്നേഹത്തോടെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നവളാണ് എന്ന് വചനം പറയുന്നു. ഭർത്താവിനെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റുന്നവളല്ല, ആദരിപ്പിക്കാൻ ഓർമ്മിപ്പിക്കുന്നവളാണ് എന്ന് പുറപ്പാട് പുസ്തകം 20-12 പറയുന്നുണ്ട്. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. ഒരു ദൈവഭക്തിയുള്ള പുരുഷനാണെങ്കിലോ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടിപ്പോകുന്നവനല്ല, സ്വന്തം വീട്ടിലെ സ്നേഹം നഷ്ടപ്പെടുത്തി പുറത്തെ ശുശ്രൂഷയിൽ മാത്രം വലിയവനാകാൻ നോക്കുന്നവനുമല്ല. ആരെങ്കിലും തന്റെ കുടുംബാംഗങ്ങളെ പരിപാലിക്കാതിരുന്നാൽ അവൻ വിശ്വാസം നിഷേധിച്ചവനാകുന്നുവെന്ന് 1 തിമോത്തി 5-8 പറയുന്നു. ദൈവം അന്വേഷിക്കുന്നത് വേദിയിൽ മാത്രം വിശുദ്ധനായ ആളുകളെയല്ല, വീട്ടിൽ സ്നേഹത്തോടെ ജീവിക്കുന്ന കുടുംബാംഗങ്ങളെയാണ്. സ്നേഹവും ആദരവും ഐക്യതയും, അതാണ് ദൈവത്തിന്റെ മാന്യത. ദൈവം ഈ വചനങ്ങളെ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.